നിലമ്പൂരിലെ എടക്കര പ്രസംഗവേദിയിൽ നിന്നിറങ്ങിയ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്ഥലത്ത് നേരിയ സംഘർഷാവസ്ഥയുണ്ട്. സുഹൈൽ മുഹമ്മദ് വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സുഹൈൽ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? സുഹൈൽ, ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. ഇന്ന് മുഖ്യമന്ത്രിക്ക് വഴിക്കടവിലും എടക്കരയിലുമായിരുന്നു പൊതുയോഗങ്ങളുള്ളത്. വഴിക്കടവിലെ പൊതുയോഗം കഴിഞ്ഞ് 5 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി എടക്കരയിലെ പൊതുയോഗത്തിൽ പ്രസംഗിക്കാനെത്തിയത്. 15 മിനിറ്റോളം നീണ്ട പ്രസംഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രസംഗിക്കുന്നതിനിടെ പുറത്തിറങ്ങുകയായിരുന്നു. ഈ സമയം കാറിൽ കയറിയ മുഖ്യമന്ത്രിയുടെ കാറിന് നേരെ ഒരാൾ കരിങ്കൊടി വീശുകയായിരുന്നു. ഉടനെ തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവിടെ സമീപത്ത് തടിച്ചുകൂടി ഇടത് പ്രവർത്തകർ, പ്രത്യേകിച്ച് ഇടത് പൊതുയോഗം നടക്കുകയാണ്. പ്രവർത്തകർ അദ്ദേഹവുമായി ചെറു തർക്കമുണ്ടാവുകയും ആ സമയത്ത് തന്നെ ഇയാളെ പോലീസ് കസ്റ്റഡിയെടുത്ത് മാറ്റുകയും ചെയ്തിരുന്നു. പിന്നീട് പ്രവർത്തകർ ഇവിടെ നിന്ന് മാറി. ആ സമയം റോഡ് ചെറിയ രീതിയിൽ ഗതാഗത തടസ്സമുണ്ടായി. കരിങ്കൊടി കാണിച്ചത് എന്തിനെന്നോ ആരെന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇയാളെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നാണ് നമുക്ക് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പായിരുന്നു സംഭവം. ഈ സമയം തന്നെ പൊതുയോഗം നടക്കുന്നതിനാൽ ഇടത് പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. മുഖ്യമന്ത്രി പുറത്തിറങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ അഭിവാദ്യം അർപ്പിക്കാൻ അടക്കം പ്രവർത്തകർ ഏറെയുള്ള സമയത്താണ് മുഖ്യമന്ത്രി വാഹനത്തിൽ കയറിയ സമയത്ത് ഒരാൾ കരിങ്കൊടി കാണിച്ചത്. ഇയാളെ പോലീസ് തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സ്ഥിതി ശാന്തമാണ്. നേരത്തെ അഭിവാദ്യം അർപ്പിക്കലും പ്രതിഷേധവുമായി പ്രവർത്തകർ റോഡിൽ തടിച്ചുകൂടിയിരുന്നു. ഈ സമയം റോഡ് ചെറിയ ഗതാഗത കുരുക്കുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ സൈഡിലേക്ക് മാറ്റി ഗതാഗതം. സുഹൈൽ മുഹമ്മദാണ് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.